ഹായ്, ഞങ്ങളങ്ങനെ ഒരു വീഡിയോ ആയിട്ട് പിന്നെയും വന്നേക്കുവാണ്. ഒത്തിരി നാളത്തേക്ക് ശേഷമാണ് ഇന്ന് വന്നേക്കുന്നത്. ഇന്നൊരു ഞായറാഴ്ചയാണ്. ഇന്ന് ഫുള്ള് ചേട്ടൻ്റെ സ്പെഷ്യലാണ്. കപ്പ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. രാവിലെ തൊട്ട് ചേട്ടനാണ് അടുക്കളയിൽ. ഞങ്ങളിന്ന് ഫ്രീ ആണ്. നല്ല ചൂട് കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല ചൂട് കപ്പ ബിരിയാണിയുടെ ഇറച്ചി വേവിച്ച് വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാവേ. ഇഷ്ടമില്ലേ? നല്ല രീതിയിൽ കണ്ടോ, ഇറച്ചിയൊക്കെ എല്ലിന്ന് വിട്ട് നല്ല സൂപ്പറായിട്ട് വെന്തിരിപ്പുണ്ട്. പിന്നെ തേങ്ങ ഒതുക്കാനായിട്ട് ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇനി തേങ്ങ ഒതുക്കി ഒന്ന് എല്ലാം കൂടി ആഡ് ചെയ്താൽ മതി. ഇത് സർലാസിനുള്ള ഇത് അരിഞ്ഞു വെച്ചേക്കുവാണ്. സവോള അരിഞ്ഞു വെച്ചേക്കുന്നതാണ്. ചേട്ടൻ തേങ്ങ ഒതുക്കാനൊക്കെ തേങ്ങ ഇടുക. പിന്നെ നമ്മുടെ ദേവപ്പൻ നല്ല സേഫായിട്ട് മലയ്ക്ക് പോയിട്ട് വന്നു. അയ്യപ്പനെയൊക്കെ കണ്ട് തൊഴുതിട്ട് വന്നു. പിന്നെ ഇപ്പം അത് കഴിഞ്ഞ് ഇതുവരെ സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ, പനി പിടിച്ചു പോയി. അങ്ങനെ ഞങ്ങൾ ഒരു 8 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പനിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അവന് പോകാൻ പറ്റിയില്ല. ഞങ്ങൾ പിന്നെ 2-3 ദിവസം കൂടി റെസ്റ്റ് എടുത്തോട്ടെ എന്ന് ഓർത്ത് ഇനിയിപ്പോൾ അവന് റെസ്റ്റാവും. ഒരു വലിയ ഹോളിഡേ പോലെ അവന് കിട്ടിയത്. കാര്യം എന്നാന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇലക്ഷൻ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ കിട്ടുള്ളൂ. അങ്ങനെ അപ്പം നമുക്ക് കപ്പ ബിരിയാണി ആയിട്ട് കാണാം. ദേ ചേട്ടൻ കറിവേപ്പില എടുക്കാനെന്നും പറഞ്ഞ് പോയിട്ടുണ്ട്. കറിവേപ്പില എടുക്കുക. അതിൻ്റെ പുറകെ ദേവനും ഓടിയിട്ടുണ്ട്. ഞങ്ങൾ ബെഡ് വെയിലത്തിട്ടിരുന്നത്. അപ്പോൾ വെയിലൊക്കെ പോയി, എടുത്തിട്ടില്ല ഇതുവരെ. ഇരുണ്ടിരിക്കുമോ, ക്ലാരിറ്റി ഇല്ല. കറിവേപ്പില അത് മതിയോ? ഇവിടെ പിന്നെ ബെഡ് പുറത്തിട്ട് കഴിഞ്ഞാൽ ദേവൻ്റെ കലാപരിപാടി എപ്പോഴും ബെഡിൽ കയറി കളിക്കാം. പിള്ളേർക്ക് കപ്പ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. കേട്ടോ. ഇവർക്കൊന്നും വേണ്ടതൊന്നും. അവൻ്റെ കളി തുടങ്ങി. വെയിൽ പോയതുകൊണ്ട് പിന്നെ ഞാനൊന്നും പറയത്തില്ല. വെയിലായിരുന്നെങ്കിൽ ഞാൻ ഓടിച്ചേനെ. ഇപ്പം ഞങ്ങൾ ആവേശം കൊണ്ട് കഴിച്ചു തുടങ്ങി കേട്ടോ കപ്പ ബിരിയാണി. ഞങ്ങളുടെ കുഞ്ഞിപ്പെണ്ണിനും കപ്പ ബിരിയാണി ഇഷ്ടമായി. കുഞ്ഞിപ്പെണ്ണ് മൂക്കിലൊക്കെ വെച്ച് തേച്ചിട്ടുണ്ട്. ഞങ്ങൾ എരിവ് കുറച്ചാണ് വയ്ക്കുന്നത് പിള്ളേർക്കൊക്കെ വേണ്ടിയേ. എങ്ങനെയുണ്ട് ദേവ കപ്പ ബിരിയാണി? അഭിപ്രായം പറഞ്ഞേ ചേട്ടാ. കപ്പ ബിരിയാണിയെ കുറിച്ച് എൻ്റെ വാക്ക്. നല്ല രുചിയുണ്ട് കേട്ടാ. ഇതാണ് കപ്പ ബിരിയാണി. ഞങ്ങൾക്ക് ഇങ്ങനെ സർലാസ് മുകളിൽ ഒഴിച്ച് ഇങ്ങനെ കഴിക്കാനാണ്, എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് കഴിക്കാനാണ് ഇഷ്ടം. ഇങ്ങനെ കുഴച്ചെടുത്ത് കഷ്ണമൊക്കെ വെച്ച് കഴിക്കുക. തരാം. എന്നാൽ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഈ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ഒന്ന് ലൈക്കും ചെയ്തേക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ബായ്. എല്ലാവരും ഒന്ന് ബായ് പറഞ്ഞേ. ബായ്.